താൽക്കാലിക സുഖത്തിന് വേണ്ടി വഴിവിട്ട ബന്ധങ്ങൾക്ക് പിന്നാലെ പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? സ്വന്തം ജീവിത പങ്കാളിയെയും മക്കളെയും മറന്നുള്ള സൗഹൃദങ്ങൾ എത്ര നാൾ നീണ്ടു നിൽക്കാറുണ്ട്? എല്ലാ അവിഹിത ബന്ധങ്ങളും പരിശോധിച്ചാൽ അവിടെ ഇരയാകപ്പെടുന്നത് സ്ത്രീകളാണ്. കോട്ടയം കറുകച്ചാലിലെ നീതുവിൻ്റെ ജീവിതത്തിലെ ദുരിതത്തിന് കാരണവും ഒരു രഹസ്യ സൗഹൃദമായിരുന്നു. അൻഷാദ് എന്ന യുവാവുമായുള്ള സൗഹൃദം ഭർത്താവ് അറിയുന്നു. പിന്നീട് വിവാഹമോചനം. അൻഷാദിനൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നീതുവിൻ്റെ അപകട മരണം. വീടിന് മുന്നിൽ വെച്ചുള്ള വാഹനാപകടം ആസൂത്രിതമായ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. അൻഷാദും സുഹൃത്തും ചേർന്ന് എന്തിനാണ് നീതുവിനെ കൊലപ്പെടുത്തിയത്? ഇതോടൊപ്പം പത്തനംതിട്ടയിൽ സംശയം കാരണം ഭർത്താവിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റ യുവതിയുടെ ദുരിത ജീവിതവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോട്ടയം കറുകച്ചാലിലെ നീതു എന്ന യുവതി ഭർത്താവിനും 2 പെൺമക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിച്ചതാണ്. അതിനിടെയാണ് അവൾ കാഞ്ഞിരപ്പള്ളി സ്വദേശി അൻഷാദുമായി സൗഹൃദത്തിലാകുന്നത്. ഇത് ഭർത്താവ് അറിഞ്ഞതോടെ വിവാഹമോചനം. പിന്നീട് അൻഷാദിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇരുവരും തമ്മിൽ സാമ്പത്തികം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഭിന്നതയുണ്ടായി. അടുത്തിടെ അൻഷാദ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായി. കഴിഞ്ഞ ദിവസം നീതു വാഹനാപകടത്തിൽ മരിച്ചതോടെയാണ് ഈ കഥകൾ പുറംലോകം അറിയുന്നത്. നീതുവിൻ്റേത് വെറും അപകട മരണമല്ല. സുഹൃത്ത് അൻഷാദ് യുവതിയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസിൽ അൻഷാദിനെയും അയാളുടെ സുഹൃത്ത് ഉജാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായ നീതുവിനെ ചൊവ്വാഴ്ച രാവിലെ 9ഓടെയാണ് വാഹനമിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും കറുകച്ചാലിലേക്ക് പോകുമ്പോൾ വെട്ടിക്കാവുങ്കൽ പൂവൻ പാറപ്പടി റോഡിലായിരുന്നു സംഭവം. വാഹനമിടിച്ച് അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ നാട്ടുകാരാണ് കറുകച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സംഭവിച്ചിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും ഒരു കാർ മല്ലപ്പള്ളി ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്നത് പ്രദേശവാസികളിൽ ചിലർ കണ്ടിരുന്നു. നീതു ഭർത്താവുമായി പിരിഞ്ഞ് കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിവാഹമോചന കേസിന് വിധി വരാനിരിക്കെയാണ് യുവതി മരിച്ചത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അപകട മരണമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നും കണ്ടെത്തിയത്. നീതുവിന്റെ മുൻ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നീതു ഭർത്താവിൽ നിന്നും മാറി താമസിക്കുകയായിരുന്നു. നീതുവും അൻഷാദും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് ഇവരുടെ ആദ്യ ഭർത്താവ് വിവാഹമോചനത്തിന് കേസ് നൽകിയിരുന്നു. ഈ കേസ് കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് നീതുവുമായുള്ള ബന്ധത്തെ തുടർന്ന് അൻഷാദിന്റെ ഭാര്യയും വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത്. അൻഷാദ് കറുകച്ചാലിൽ വാടകയ്ക്കെടുത്ത് നൽകിയിരുന്ന വീട്ടിലാണ് നീതു താമസിച്ചിരുന്നത്. എന്നാൽ ഇടയ്ക്കിടെ നീതുവും അൻഷാദും തമ്മിൽ തർക്കം പതിവായിരുന്നു. പിന്നീട് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നീതു അൻഷാദിൽ നിന്നും അകന്നു. ഇതിനിടെ അൻഷാദ് മറ്റൊരു സ്ത്രീയുമായി അടുത്തതായി പോലീസ് പറയുന്നു. തുടർന്ന് അൻഷാദ് നീതുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. യുവതിയെ കാറിടിച്ച് വീഴ്ത്തുന്ന സമയത്ത് കാറിനുള്ളിൽ അൻഷാദും ഇയാളുടെ സുഹൃത്തായ ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിലാണ് പ്രതിയും സുഹൃത്തും സഞ്ചരിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ കൊലപാതകത്തിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്ന CCTV ക്യാമറ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. മരിച്ച നീതുവിന് 2 പെൺമക്കളാണുള്ളത്. ന്യൂസ് 18 കോട്ടയം. ആരെയും ഫോൺ ചെയ്യാനോ ആരും ഫോണിലേക്ക് വിളിക്കാനോ പാടില്ല. ഇനി ഫോൺ ചെയ്യുന്നത് കണ്ടാൽ ക്രൂരമർദ്ദനം.
ഇങ്ങനെ സംശയരോഗമുള്ള ചില ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ഇരകളാകപ്പെടുന്നത് സാധുക്കളായ സ്ത്രീകളാണ്. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൻ്റെ ക്രൂരത ഏറ്റുവാങ്ങുന്ന ഒരു യുവതിയുണ്ട് പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ. ആരോടെങ്കിലും ഫോൺ ചെയ്താൽ പോലും ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കും. ഭാര്യ ഫാത്തിമയെ ഭർത്താവ് വിറക് കമ്പുകൊണ്ട് കവിളത്തടിക്കുകയും അണപ്പല്ല് പൊഴിക്കുകയും ചെയ്തെന്നാണ് പരാതി. കേസിൽ ഭർത്താവ് ഷാനിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരെയും ഫോൺ ചെയ്യാനോ ഫോണിലേക്ക് ആരും വിളിക്കാനോ പാടില്ലെന്ന് പറഞ്ഞാണ് വടശ്ശേരിക്കര മണിയാർ സ്വദേശി എസ് ഷാൻ ഭാര്യയെ മർദ്ദിച്ചത്. മിക്ക ദിവസവും വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്ന ഷാൻ കഴിഞ്ഞ ദിവസമാണ് നവവധുവായ ഫാത്തിമയെ മർദ്ദിച്ച് അവശയാക്കിയത്. വിറക് കമ്പുകൊണ്ട് കവിളത്തടിച്ച് അണപ്പല്ല് പൊഴിക്കുകയും ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയാക്കുകയും ചെയ്തതായാണ് പരാതി. ഷാനിന്റെ രണ്ടാം വിവാഹവും ഫാത്തിമയുടെ ആദ്യ വിവാഹവുമാണ്. ഈ വർഷം ജനുവരി 2-നായിരുന്നു ഇരുവരുടെയും വിവാഹം. മലപ്പുറം മേലാറ്റൂർ സ്വദേശിനിയാണ് ഫാത്തിമ. ഭാര്യയിലുള്ള സംശയമാണ് മർദ്ദനത്തിന് കാരണം. ഫോണിൽ സംസാരിക്കുന്ന കാരണം പറഞ്ഞ് ദിവസവും ഷാൻ വഴക്കുണ്ടാക്കുമായിരുന്നുവെന്ന് ഫാത്തിമ പറയുന്നു. സാധനങ്ങൾ കൊണ്ടു നടന്ന വാഹനത്തിൽ വിൽക്കുന്ന ജോലിയാണ് ഷാനിന്. നാട്ടുകാരെയൊക്കെ ഫോൺ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു വഴക്ക്. ഭർത്താവിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ക്രൂരമർദ്ദനം. ഇവരിടപെട്ടാണ് മകനെ പിന്തിരിപ്പിച്ചത്. കൂടുതൽ ഉപദ്രവം ഭയന്ന യുവതി ഭർത്തൃപിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ അഭയം തേടി. രാത്രി അവിടെ തങ്ങുകയും വീട്ടുകാരെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതോടെയാണ് പോലീസിനെ അറിയിച്ചതും ഷാൻ അറസ്റ്റിലായതും. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശി മുഹമ്മദ് ഷാനിബ് എന്ന യുവാവ് ബംഗളൂരുവിലേക്ക് എന്ന് പറഞ്ഞ് 3 ആഴ്ച മുൻപ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. പിന്നീട് വീട്ടുകാർ കേട്ടത് മകൻ്റെ മരണവാർത്ത. ജമ്മു കാശ്മീർ ഗുൽമാർഗിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 10 ദിവസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് ബംഗളൂരുവിലേക്ക് എന്ന് പറഞ്ഞ് ഷാനിബ് വീട്ടിൽ നിന്നും പോയത്. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ഷാനിബിൻ്റെ മരണത്തിന് ബന്ധമുണ്ടോ എന്നതടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. മലയാളി യുവാവിന്റെ മൃതദേഹം കശ്മീരിലെ പുൽവാമയിൽ വനത്തിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കരുവാൻ തൊടിയിലുള്ള മുഹമ്മദ് ഷാനിബ് എന്ന 27-കാരനാണ് മരിച്ചത്. മൃതദേഹത്തിന് 10 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നാണ് വിവരം. ചൊവ്വാഴ്ച രാത്രി ഗുൽമാർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞത്. ബന്ധുക്കളോട് സ്ഥലത്തെത്താൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ വയറിംഗ് ജോലിക്കാരനായിരുന്നു ഷാനിബ്. ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഏപ്രിൽ 13-ന് വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു. സമീപവാസികൾക്കും ഇയാളെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. കുഴപ്പമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു കുട്ടിയാണ്. ഞങ്ങൾ അറിയുന്ന കുട്ടിയാണ്. കുട്ടി വയറിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. നമുക്ക് പരിചയമുള്ള കുടുംബമായതുകൊണ്ട് അറിയുന്നു പറയും. അപ്പോൾ ഇങ്ങനെ കാശ്മീരിൽ വെച്ചിട്ടൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. അതാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. നടപടിക്രമങ്ങൾ അവരുടെ പിതാവ് വരുന്നുണ്ട്. ഗൾഫിലാണ്, ദുബൈയിലാണ്. ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിൽ എത്തിയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പഹൽഗാം ഭീകരാക്രമണവുമായി ഷാനിബിന്റെ മരണത്തിന് സംബന്ധമുണ്ടോ എന്നതടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിലെ യുവാവിന്റെ പ്രവർത്തനം സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം നടത്തും. ലോക്കൽ പോലീസും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ന്യൂസ് 18 പാലക്കാട്. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് 15-ാം ദിവസം പകരം വീട്ടി ഇന്ത്യ. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ സൈനിക ശക്തി തകർത്തത്. ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ
മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളായ 10 പേരുൾപ്പെടെ ഭീകരരുമായി ബന്ധമുള്ളവരുമായ നിരവധി പേർ കൊല്ലപ്പെട്ടു. उमरा चलना यार ओ ये था कोई दिसता जहांगीर तो यार बेड़ियां पीछे जुलदे यार तू मौत की कश्मीर गेम है. കൃത്യം, വ്യക്തം, ശക്തം. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ ബൈസറിനിൽ നിരപരാധികളായ 26 പേരെ കൊലപ്പെടുത്തിയതിന് 15-ാം നാൾ ഇന്ത്യയുടെ തിരിച്ചടി. പാക് അധീന കശ്മീരിലെ 5-ഉം പാകിസ്ഥാനിലെ 4-ഉം ഭീകരതാവളങ്ങളാണ് രാജ്യത്തിന്റെ അഭിമാനമായ സേനാ വിഭാഗങ്ങൾ സംയുക്ത നീക്കത്തിൽ തകർത്തത്. പുലർച്ചെ 1:05-നും 1:30-നും ഇടയിൽ 25 മിനിറ്റ് നേരമായിരുന്നു പാക് ഭീകരതാവളങ്ങളെ ഇന്ത്യ വിറപ്പിച്ചത്. ശേഷം അതിർത്തി കടന്ന് ഇന്ത്യ ആക്രമിക്കുന്നത് ഇതാദ്യം. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ആക്രമണമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഇന്ത്യ തിരയുന്ന ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ ജയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ലക്ഷ്യമിട്ടത്. ആക്രമണത്തിൽ കെട്ടിടം തകർന്നടിഞ്ഞു. മസൂദ് അസറിന്റെ സഹോദരി അടക്കം 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. മറ്റ് 4 പേരും ഇവിടെ മരിച്ചു. के मुंबई हमले के आतंकी भी यहीं से प्रशिक्षित हुए थे. अजमल कसब व डेविड हेडली भी यहाँ ट्रेन हुए थे. മുരിഡ്കയിലെ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനമായിരുന്നു മറ്റൊരു ലക്ഷ്യം. ഹിസ്ബുൾ കേന്ദ്രമായ മെഹ്മൂന ജോയ, സർജാൽ എന്നിവിടങ്ങളും ആക്രമിക്കപ്പെട്ടു. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിലെ 2 കേന്ദ്രങ്ങളും ഗുൽപൂർ, ബിംബേർ, കോട്ട്ലി എന്നിവിടങ്ങളിലെ ഭീകര താവളങ്ങളും സൈന്യം തകർത്തു. അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് മിസൈലുകളും ചാവർ ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സൈനിക നടപടി വിശദീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് സൈന്യത്തിലെ 2 വനിതാ ഓഫീസർമാരായിരുന്നു. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था. इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया. Operation Sindoor was launched by Indian Armed Forces to deliver justice to the victims of Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ എണ്ണിപ്പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ അവകാശമാണ് വിനിയോഗിച്ചതെന്ന് വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ നടപടിയെന്നും പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. India exercised its right to respond and preempt as well as deter more such cross-border attacks. These actions were measured, non-escalatory, proportionate and responsible. They focused on dismantling the terrorist infrastructure and disabling terrorists likely to be sent across. ഇനി എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒന്നും തീർന്നിട്ടില്ല എന്നാണ് കരസേനാ മേധാവിയുടെ ട്വീറ്റ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തഞ്ചാവൂരിലെ BJP നേതാവ് ശരണിയെ തലവെട്ടി കൊന്ന കേസ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായി കോളിളക്കം സൃഷ്ടിച്ചതാണ്. എന്നാൽ വനിതാ നേതാവിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല, കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിൽ. ശരണിയുടെ 2ാം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകനും സുഹൃത്തുക്കളുമാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതോടെയാണ് കേസിൻ്റെ ചുരുളഴിഞ്ഞത്. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ ശരണിയുടെ 2ാം ഭർത്താവ് ബാലനും അറസ്റ്റിലായി. മധുര സ്വദേശിയായ ശരണ്യ 2ാം ഭർത്താവ് ബാലനൊപ്പം തഞ്ചാവൂർ ജില്ലയിലെ പട്ടുകോട്ടയ്ക്കടുത്തുള്ള ഉദയസൂര്യപുരം ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്.
ഫോട്ടോസ്റ്റാറ്റ് കട നടത്തിയിരുന്ന ശരണ്യ തിങ്കളാഴ്ച രാത്രി കടയടച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ആയുധങ്ങൾ ഉപയോഗിച്ച് തലയോർത്താണ് 38-കാരിയായ ശരണ്യയെ കൊന്നത്. മൃതദേഹം കിടന്നിടത്ത് നിന്നും ഏതാനും മീറ്റർ അകലെയാണ് തല കണ്ടെത്തിയത്. ഏറെ നേരമായിട്ടും ശരണ്യ വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വഴിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. 2022-ൽ മധുരയ്ക്ക് സമീപം മന്ത്രി പളനിവേൽ ത്യാഗരാജന്റെ കാറിന് നേരെ ചെരുപ്പെറിഞ്ഞ കേസിൽ പ്രതിയായിരുന്നു ബി ശരണ്യ. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണോ എന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. ബി കപിലൻ, പാർത്ഥിപൻ, കുഗൻ എന്നിവരാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഇതിൽ കപിലൻ ശരണ്യയുടെ ഭർത്താവ് ബാലന്റെ ആദ്യ വിവാഹത്തിലെ മകനാണ്. ബാലന്റെ സ്വത്തിന്റെ ഭാഗം കപിലന് നൽകുന്നതിൽ ശരണ്യയ്ക്കുള്ള എതിർപ്പാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കൊലപാതകത്തിന് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തഞ്ചാവൂർ SP R രാജാറാം പറഞ്ഞു. ആദ്യ ഭർത്താവ് ഷൺമുഖസുന്ദരത്തിന്റെ മരണശേഷം 2023-ലാണ് ബാലനെ ശരണ്യ വിവാഹം കഴിച്ചത്. ദമ്പതിമാർക്ക് 2 ആൺമക്കളുണ്ട്. അടുത്തിടെ ബാലൻ കപിലന്റെ പേരിൽ സ്ഥലം വാങ്ങിയത് ശരണ്യ എതിർത്തിരുന്നു. തുടർന്ന് കപിലനുമായി ചേർന്ന് ബാലൻ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ബാലന്റെ പങ്ക് വ്യക്തമായതോടെയാണ് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത്. ന്യൂസ് 18 ചെന്നൈ. സിനിമാ മേഖലയെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സംഭവമാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരും മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയും തമ്മിൽ സൗഹൃദത്തിനപ്പുറം മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും എക്സൈസ് പരിശോധിച്ചു. ഒടുവിൽ ശ്രീനാഥ് ഭാസിയെ എക്സൈസ് സാക്ഷിയാക്കിയിരുന്നു. കേസിൽ നടൻ ശ്രീനാഥ് ഭാസി തസ്ലീമ സുൽത്താനയ്ക്കെതിരെ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് നടൻ മൊഴി നൽകിയത്. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. പെൺവാണിഭവും ലഹരി വിൽപ്പനയും ഉൾപ്പെടെയുള്ള ഇടപാടുകൾ തസ്ലീമയുമായി ഉണ്ടെന്ന സ്ഥിരീകരണമുണ്ടായെങ്കിലും ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവുമായി നടന്മാർക്ക് ബന്ധമില്ലെന്നാണ് എക്സൈസ് വിലയിരുത്തൽ. ഇരു നടന്മാരും തസ്ലീമയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളടക്കം എക്സൈസിന് ലഭിച്ചിരുന്നു. തസ്ലീമയെ സംബന്ധിച്ച വിവരങ്ങൾ ശ്രീനാഥ് ഭാസി അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു. പിന്നാലെയാണ് ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാൻ എക്സൈസ് തീരുമാനിച്ചത്. ഉച്ചയോടെ ചേർത്തല കോടതിയിലെത്തിയ ശ്രീനാഥ് ഭാസി 1 മണിക്കൂറിനുള്ളിൽ രഹസ്യമൊഴി നൽകി പുറത്തിറങ്ങി. ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിനിടയിൽ വിഡ്രോവൽ പ്രശ്നങ്ങൾ കാണിച്ച ഷൈൻ ടോം ചാക്കോ അന്നു മുതൽ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ശ്രീനാഥ് ഭാസിയെ കൂടാതെ ചലച്ചിത്ര രംഗത്തുള്ള മറ്റൊരാൾ, തസ്ലീമയ്ക്ക് കഞ്ചാവ് കടത്താനായി വാഹനമെടുത്ത് നൽകിയ വ്യക്തി എന്നിവർ കൂടി കേസിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. മോഷണം മുതൽ തിരികെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്ന നല്ല കള്ളന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കുറ്റബോധം കാരണമോ അതോ പിടിക്കപ്പെടുമെന്ന പേടി കാരണമോ ആകാം. എന്തായാലും കണ്ണൂർ കരിവെള്ളൂരിൽ നിന്ന് മോഷണം പോയ നവവധുവിൻ്റെ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഒടുവിൽ തിരികെ ലഭിച്ചിരിക്കുന്നു. രാവിലെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. കരിവെള്ളൂർ പലിയേരിയിലെ AK അർജുന്റെ ഭാര്യ ആർച്ച എസ് സുധിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട കേസിലാണ് വഴിത്തിരിവ്. മോഷണം പോയ ആഭരണങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ തിരികെ ലഭിച്ചു. പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് രാവിലെ ആഭരണങ്ങൾ കണ്ടെത്തിയത്. സ്വർണം കാണാതായതോടെ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. വധുവിന്റെയും വരന്റെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും
പോലീസ് ചോദ്യം ചെയ്തു വരുന്നതിനിടെയാണ് സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊണ്ടുവച്ചത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ കൊണ്ടുവച്ചതെന്നാണ് സംശയം. കവർന്ന മുഴുവൻ ആഭരണങ്ങളും കവറിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്തൃഗൃഹത്തിൽ മുകളിലത്തെ നിലയിൽ കിടപ്പുമുറിയിലുള്ള അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് കാണാതായത്. 1-ാം തീയതി വൈകിട്ട് 6-നും 2-ന് രാത്രി 9-നുമിടയിൽ 20 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയെന്ന് കാണിച്ചാണ് യുവതി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയത്. ആഭരണം തിരികെ ലഭിച്ചെങ്കിലും മോഷ്ടാവിനായി അന്വേഷണം തുടരാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 പയ്യന്നൂർ. സമ്പന്നരുടെ വീടുകൾ മാത്രം ലക്ഷ്യമിട്ട് ജോലിക്ക് നിൽക്കും. പിന്നീട് വീട്ടുകാർക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി കവർച്ച നടത്തും. കാസർഗോഡ് ചീമേനിയിലെ കവർച്ചാ കേസിലാണ് രാജ്യാന്തര ബന്ധമുള്ള സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. സിവിൽ എഞ്ചിനീയറായ മുകേഷിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് 70 പവൻ സ്വർണവും 4.5 കിലോ വെള്ളിയും കവർന്നത്. ബംഗളൂരു, പൂനെ, ഡൽഹി എന്നിവിടങ്ങളിൽ നടന്ന സമാനമായ കവർച്ചയ്ക്ക് പിന്നിലും ഇതേ സംഘമാണെന്നും അന്വേഷണ സംഘം പറയുന്നു. കേസിൽ ഒരാൾ പിടിയിലായെങ്കിലും കൂട്ടാളികൾക്കായി നേപ്പാളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് ചീമേനി നടുമ്പയിലെ സിവിൽ എഞ്ചിനീയർ മുകേഷിന്റെ വീട്ടിൽ നിന്ന് 70 പവൻ സ്വർണവും 4.5 കിലോഗ്രാം വെള്ളിയും കവർന്നത്. കേസിൽ പിടിയിലായ നർബഹദൂർ ഷാഹിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കവർച്ച നടത്തിയതിന് പിന്നിൽ 6 അംഗ സംഘമാണെന്നാണ് മൊഴി. മുകേഷും ഭാര്യയും കണ്ണൂരിലേക്ക് പോയ സമയത്ത് പട്ടാപ്പകലായിരുന്നു കവർച്ച നടന്നത്. 1.5 മാസം മുൻപ് വീട്ടിലെ പശുക്കളെ പരിപാലിക്കാനെത്തിയ നേപ്പാൾ സ്വദേശികളായ ചക്രഷാഹി, ഇഷ ചൌധരി അഗർവാൾ എന്നിവരെ കവർച്ച നടന്ന ദിവസം തന്നെ കാണാതായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുൾപ്പെട്ട സംഘത്തിലെ കൂടുതൽ പേരെക്കുറിച്ചാണ് പോലീസിന് വിവരം ലഭിച്ചത്. സമ്പന്നന്മാരുടെ വീടുകളിൽ ജോലിക്കു നിന്ന് വീട്ടുകാർക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി കവർച്ച നടത്തുക എന്നതാണ് ഇവരുടെ കവർച്ചാ രീതിയെന്ന് പോലീസ് പറയുന്നു. പുണെയിൽ ഇത്തരത്തിൽ നടത്തിയ കവർച്ചയിൽ ഇപ്പോൾ അറസ്റ്റിലായ നർബഹദൂർ ഷാഹിയും ഭാര്യയുമായിരുന്നു വീട്ടുജോലിക്കായി നിന്നത്. ആ കേസിൽ പോലീസ് ഇവരെ പിടികൂടി ജയിലിൽ അടച്ചു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമാണ് കേരളത്തിലേക്ക് കവർച്ചയ്ക്കായി തിരിച്ചത്. മുകേഷിന്റെ വീട് തെരഞ്ഞെടുത്ത ശേഷം ഇവിടെ വീട്ടുജോലിക്കായി എത്തിയത് ഇതേ സംഘത്തിൽപ്പെട്ട ചക്രഷാഹിയും ഭാര്യ ഇഷ ചൌധരിയുമാണ്. വീട്ടുകാരെ മയക്കി കിടത്തി കവർച്ച നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വാതിൽ തകർത്ത് കവർച്ച നടത്തി. അറസ്റ്റിലായ നർബഹദൂർ ഷാഹിയെ കൂടാതെ ഉപേന്ദ്ര ഷാഹി, ഇയാളുടെ സഹോദരൻ ബിൻ ഷാഹി, അർജുൻ ഷാഹി എന്നിവരാണ് ദമ്പതിമാരെ സഹായിക്കാനെത്തിയ സംഘത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ. ഇവരെ പിടികൂടാനായി നേപ്പാളിലേക്ക് പോകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 ചീമേനി. പൊതുപ്രവർത്തകനും അധ്യാപകനുമായ മലപ്പുറം എടയൂർ സ്വദേശി അബൂബക്കർ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ ഒരു പോക്സോ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് മുൻ പഞ്ചായത്ത് അംഗവും പള്ളി ഭാരവാഹിയുമായ ഇയാളുടെ തനി സ്വഭാവം എല്ലാവരും അറിയുന്നത്. വളാഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് അറബിക് അധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയെ 8 വർഷത്തോളമായി ഇയാൾ പീഡനത്തിന് ഇരയാക്കി വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പീഡന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ലൈംഗിക ചൂഷണം.
കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു പോകുന്ന വഴിയിൽ വെച്ചും ക്വാർട്ടേഴ്സിൽ വെച്ചും പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് പരാതി. കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ഉമ്മ കാര്യങ്ങൾ ചോദിച്ചതോടെയാണ് പീഡന വിവരം തുറന്നു പറഞ്ഞത്. ഉടനെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇമെയിൽ മുഖേന പരാതി നൽകുകയായിരുന്നു. CWC നിർദ്ദേശപ്രകാരം വളാഞ്ചേരി പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പുതുക്കുടി അബൂബക്കർ അറസ്റ്റിലായത്. പോക്സോ നിയമപ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എടയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറായ പ്രതി പള്ളി പ്രസിഡന്റായും സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ 8 വർഷത്തോളമായി ഇയാൾ പീഡനത്തിനിരയാക്കി വരികയാണെന്ന് പോലീസ് പറയുന്നു. പീഡന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് വീണ്ടും പീഡിപ്പിച്ചിരുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. സ്വാമിമാരുടെയും മതപുരോഹിതരുടെയും വാഹനങ്ങൾ പൊതുവെ പോലീസും എക്സൈസും പരിശോധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങൾ ഇത്തരത്തിൽ സ്വാമിമാരുടെ വേഷം ധരിച്ചു വരെയും കഞ്ചാവ് കടത്തുന്നുണ്ട്. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ എക്സൈസ് വാഹന പരിശോധന നടത്തുമ്പോഴാണ് സ്വാമിമാർ സഞ്ചരിച്ച വാഹനം ശ്രദ്ധയിൽപ്പെട്ടത്. വേഷം മാറിയെത്തിയ സംഘത്തെ പരിശോധിച്ചപ്പോൾ വാഹനത്തിൽ കഞ്ചാവ്. ബംഗാൾ സ്വദേശികളായ 2 പേരാണ് 4.5 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ശരീരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച് വിൽപ്പന നടത്താനെത്തിയ യുവാവ് പത്തനംതിട്ടയിൽ പിടിയിലായി. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന തമിഴ്നാട് ബസ്സിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് സ്വാമിമാരുടെ വേഷം ധരിച്ച 2 പേർ പിടിയിലായത്. ബംഗാളി സ്വദേശി പരിമൾ മണ്ഡൽ, പഞ്ചനൻ മണ്ഡൽ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരുടെയും കൈവശമുണ്ടായിരുന്ന 4.5 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. 2 തുണിസഞ്ചികളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. മുന്തിയിനം കഞ്ചാവാണ് പിടികൂടിയത്. ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നാതിരിക്കാനും വാങ്ങുന്നവരെ വില കൂടിയ കഞ്ചാവാണെന്ന് ധരിപ്പിക്കാനുമാണ് സ്വാമിമാരുടെ വേഷം ധരിച്ചതെന്നാണ് എക്സൈസ് പറയുന്നത്. പാച്ചല്ലൂർ സ്വദേശിക്ക് വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പിടിയിലായവർ പറഞ്ഞു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നെയ്യാറ്റിൻകര വെള്ളറടയിൽ MDMAയുമായി 2 പേർ പിടിയിലായി. മണ്ഡപത്തിൻകടവ് സ്വദേശി അനീഷ്, വിതുര സ്വദേശി അമൽദേവ് എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ ടാറ്റു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അനീഷ്. ചെണ്ടവാദ്യ കലാകാരനാണ് അമൽദേവ്. ലഹരി മരുന്നുമായി ബസ് മാർഗം നാഗർകോവിലെത്തിയ അനീഷിനെ അമൽദേവ് ബൈക്കിലെത്തി അതിർത്തി കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ വലയിലായത്. വിതുര, പാങ്ങോട് സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസിലെ പ്രതിയാണ് അമൽദേവ്. ശരീരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച് വിൽപ്പന നടത്താനെത്തിയ യുവാവാണ് പത്തനംതിട്ടയിൽ പിടിയിലായത്. കീരുകുഴി സ്വദേശി അഖിൽ രാജുവിനെയാണ് അടൂർ എക്സൈസ് സംഘം പിടികൂടിയത്. ദേഹപരിശോധനയിൽ ഇയാളുടെ ശരീരത്തിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ്, MDMA, ഹാഷിഷ് എന്നിവ പിടിച്ചെടുത്തു. പ്രദേശവാസികൾ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത്. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കേസിൽ അഖിൽ രാജു മുൻപും പിടിയിലായിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര, പത്തനംതിട്ട. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ 2 ചേരിയിലാണെങ്കിലും തട്ടിപ്പ് നടത്താൻ ഒന്നിക്കുന്നവരുണ്ട്. കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്കിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസുകാരനും CPM പ്രാദേശിക നേതാവുമാണ് പ്രതികൾ. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിലായി. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബാങ്കിലെ താൽക്കാലിക ക്യാഷ്യറുമായ സുധീർ തോമസിനെ മൈസൂരുവിൽ നിന്നാണ് ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂട്ടുപ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ സുധീഷ് തോമസിനെ കഴിഞ്ഞ ദിവസം
അറസ്റ്റ് ചെയ്തിരുന്നു. ആനപ്പന്തി സഹകരണ ബാങ്ക് കച്ചേരിക്കടവ് ശാഖയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് പണയ സ്വർണം മാറ്റി മുക്കുപണ്ടം വെച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കേസിലെ മുഖ്യപ്രതി CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബാങ്കിലെ താൽക്കാലിക കാഷ്യറുമായ സുധീർ തോമസിനെ മൈസൂരുവിൽ നിന്നാണ് ഇരിട്ടി പോലീസ് പിടികൂടിയത്. ഇയാളവിടെ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കൂട്ടുപ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ സുനീഷ് തോമസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ റിമാൻഡിലാണ്. പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ബാങ്കിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 18 പാക്കറ്റ് സ്വർണം മാറ്റി പകരം മുക്കുപണ്ടം വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ ബാങ്കിന് 60 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് സെക്രട്ടറിയുടെ പരാതി. ബാങ്കിൽ പണയം വെച്ചിരുന്ന ഒരാൾ സ്വർണം തിരികെ എടുക്കാൻ എത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. പ്രതി ഇടപെട്ട് തൂക്കം നോക്കുന്ന ത്രാസ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആദ്യ ദിവസം സ്വർണം തിരികെ എടുക്കാൻ വന്നയാളെ മടക്കിയിരുന്നു. പിന്നീട് പണയം വെച്ച അത്രയും സ്വർണം ഇരിട്ടിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി ബാങ്കിൽ തിരികെ വെച്ചു. ഇതിന്റെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് മുഖ്യപ്രതി സുധീർ മുങ്ങിയത്. ബാങ്കിന്റെ താക്കോലടങ്ങിയ ബാഗ് സ്ഥാപനത്തിന് മുൻപിൽ കൊണ്ടുവച്ച ശേഷം ഇയാൾ ബൈക്ക് വള്ളിത്തോട്ടിൽ ഉപേക്ഷിച്ച് ബസ്സിൽ മൈസൂരുവിലെത്തുകയായിരുന്നു. സുധീർ മുൻപ് മുംബൈ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നതിനാൽ പോലീസ് കേരളത്തിന് പുറത്തെ ഹോട്ടലുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇയാൾ സ്ഥിരമായി മാസ്ക് ധരിച്ച് ജോലി ചെയ്യുന്നതിൽ സംശയം തോന്നിയ മലയാളിയായ ഹോട്ടലുടമയാണ് പോലീസിൽ വിവരമറിയിച്ചത്. ഇരിട്ടി CI A കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മൈസൂരുവിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത് പല രാഷ്ട്രീയ ഉന്നതരും ആരോപണം നേരിടുന്ന പാതിവില തട്ടിപ്പ് കേസാണ്. പാതിവില തട്ടിപ്പ് കേസിൽ BJP നേതാവ് AN രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. വിവരങ്ങളും രേഖകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്ന് AN രാധാകൃഷ്ണൻ പ്രതികരിച്ചു. നേരത്തെ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിരുന്നുവെങ്കിലും AN രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സയൻസ് സൊസൈറ്റിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ് ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചത്. അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് AN രാധാകൃഷ്ണൻ പ്രസിഡന്റായ സൈൻ 42 കോടി രൂപ നൽകിയതിന്റെ ബാങ്ക് രേഖ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയതായി അനന്തകൃഷ്ണന്റെ മൊഴിയുണ്ട്. അനന്തുവിന്റെ ജീവനക്കാരും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ തുടക്കം മുതൽ അനന്തകൃഷ്ണനുമായി രാധാകൃഷ്ണൻ സഹകരിച്ചിരുന്നു. സൈൻ 42 കോടി രൂപ നൽകാൻ ഇടയായ സാഹചര്യം ചോദ്യം ചെയ്യലിൽ രാധാകൃഷ്ണന് വിശദീകരിക്കേണ്ടി വരും. അതേസമയം 40 കോടി രൂപ തിരികെ നൽകിയെന്നും 10 കോടി സയൻസ് സൊസൈറ്റിക്ക് നഷ്ടമായെന്നും രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങൾ 2 തരത്തിലായിട്ടാണ് ഒരു 42 കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ തന്നെ നിർദ്ദേശപ്രകാരം ഡീലേഴ്സിന് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു 54 കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടതിൻ്റെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കറക്റ്റ് കണക്കിൽ വരുന്നുള്ളൂ, കാരണം വേണ്ടിയുള്ളതായിട്ടും എന്നാലും 10 കോടി രൂപ മേലെ ഉണ്ടാവും. ബാങ്ക് ത്രൂ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പേഴ്സണൽ ആർക്ക് പണം കൈ കൊടുക്കുകയോ വാങ്ങുകയോ പരിപാടികളോ അനന്തമായിട്ട് വേറെ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുകയോ പൈസ ഇടപാട് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KN ആനന്ദകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ AN രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടതോടെ മടങ്ങിപ്പോയിരുന്നു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലരോടും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകുമല്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിഷ്ടമല്ലാത്തത് ചെയ്തതും നമ്മെ വേദനിപ്പിച്ചതുമൊക്കെ ഈ വൈരാഗ്യത്തിന് കാരണമാകാം. ഇങ്ങനെ വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ നമ്മുടെ മനസ്സ് കലാപകലുഷിതമായിരിക്കും. ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും കിട്ടുകയില്ല. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചേ,
മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതാണോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്? നമ്മുടെ പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ എത്ര പേർ പരിഗണിക്കാറുണ്ട്? മറ്റുള്ളവരെ കൂടി പരിഗണിച്ച് അവരുടെ ഇഷ്ടങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം സന്തോഷപ്രദമാവുക. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.